അച്ചുവിന്റെ ഒപ്പം IPL-ലുണ്ട്. ഹായ്, ഞാൻ നിമി ഹർഷൻ. ഞാൻ ഡോറയുടെ വോയിസ് ആണ്. ഒത്തിരി വോയിസസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കുറച്ച് വോയിസസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഡോറയുടെ വോയിസ് അറിയാലോ. ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ ഡോറ. ഇത് പറയാം. ലിറ്റിൽ സിംഗം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പഞ്ചായത്ത് വേഗം വരൂ, ലഡു നീ എവിടെയാണ്? അങ്ങനെ. പിന്നെ അത് ആ സീരീസ് തന്നെ ബബ്ലി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ക്യാരക്ടർ ഉണ്ട്. പിന്നെ നോർമൽ വോയിസിൽ സംസാരിക്കാം. പിന്നെ ഗേൾസ് ബോയ്സ് വേരിയേഷൻ കൊടുക്കാം. അമ്മ, എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. അങ്കിൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. സോ എനിക്ക് ആ ക്യാരക്ടർ കാണുമ്പോഴാണ് അതിനെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികൾ തൊട്ട് ഞാൻ 21-22 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റാണ്. സോ കണ്ടിന്യൂസ്ലി എനിക്ക് വർക്കാണ്. പഠിക്കുന്ന സ്കൂള് കോളേജ് എല്ലാ സമയത്തും ഞാൻ ഡെയിലിയും വർക്കുണ്ട്. ലീവ് എടുക്കുന്ന പരിപാടിയില്ല. സ്കൂൾ ലീവ് എടുത്താലും ഞാൻ ഡബിങ് ചെയ്തിട്ടില്ല. ഒരു ദിവസം നൈറ്റ് കിടന്നുറങ്ങിയപ്പോൾ അതന്ന് ഭയങ്കര ഓവർ വർക്കായിരുന്നു. അപ്പം തന്നെ എനിക്ക് കോഫ് ഉണ്ടായിരുന്നു, നല്ല കോഫ് ഉണ്ടായിരുന്നു. പിന്നെ തൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അറിഞ്ഞില്ല. ഞാൻ ആക്ച്വലി എല്ലാം കഴിക്കും. ഐസ്ക്രീം, ജ്യൂസ്, എന്ത് ചില എല്ലാം കഴിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വോയിസിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ കഴിക്കും, അങ്ങനെ ഒന്നുമില്ല. എല്ലാം കഴിക്കും, എല്ലാം ചെയ്യും. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അതുവരെ. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോർമലായിട്ട് എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. 1 day 2 day 3 days അങ്ങനെ എൻ്റെ വർക്ക്സ് ഒക്കെ അങ്ങനെ പെൻഡിങ് ആയി. പിന്നെ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പോൾ ആള് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് വോയിസ്. സൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. വീട്ടിൽ പോയിട്ട് കരച്ചിലോടെ കരച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ഒരു പാഷനാണ്. അങ്ങനെ പോയി ഒരു 4-5 മാസം കഴിഞ്ഞു കുറച്ചായിട്ട് റിക്കവർ ചെയ്തു. എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയത്. എനിക്ക് അത്രയും വിഷമിച്ചു, അത്രയും കരഞ്ഞു. 98 തൊട്ട് ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓരോ ക്യാരക്ടേഴ്സും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ല ഞാനാണത് ചെയ്യുന്നതെന്ന്. ഇത്രയും വലിയ ഓഡിയൻസ്, ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടും ഞാനാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു റൂമിന്റെ അകത്തുള്ള ജോലിയാണ്. ആ റൂമിന്റെ അകത്ത് തന്നെ ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഞങ്ങൾ കാണിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരിക, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു റെക്കഗ്നേഷൻസ് കിട്ടാറില്ല. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അതിന്റെ പണി എടുക്കുന്നത്. അതുകൊണ്ട് അത് പ്രശ്നമല്ല. പക്ഷെ എന്നാലും വിഷമങ്ങളുണ്ട്. കാർട്ടൂൺ ചെയ്യുന്നത് ചെറിയ കാര്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാർട്ടൂൺ ചെയ്യുന്നത് മറ്റു ഡബിങ്ങിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഞങ്ങളുടെ വോയിസ് അത്രമാത്രം സ്ട്രെയിൻ ആവുന്നുണ്ട്. വോയിസ് മോഡുലേഷൻ ചെയ്യുക, ആ ഒരു വോയിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വോയിസ് ത്രൂ ഔട്ട് ആ എപ്പിസോഡ് ഫുള്ളി അത് കീപ്പ് ചെയ്യണം. ഒരു ദിവസത്തിൽ ഒരു എപ്പിസോഡ് ചെയ്താൽ മാത്രം മതി, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം സ്റ്റുഡിയോന്റെ അകത്ത് പോയി ഒരു 10-15 എപ്പിസോഡ് ചിലപ്പോൾ എടുക്കണം എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം. അത് സെയിം വോയിസിൽ സെയിം മോഡുലേഷനിൽ തൊണ്ട വേദനയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. വോയിസ് പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ എനർജി ലെവൽ, ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും എനർജി ലെവൽ ഹൈ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ എത്രമാത്രം എനർജി ഡൗൺ ആയാൽ പോലും ഞങ്ങളത് കാണിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഡയലോഗ്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മോഡുലേഷനോ ഇതൊന്നും കാണിക്കാൻ പാടില്ല. അപ്പൊ അത്രമാത്രം ഞങ്ങള് തൊണ്ടവേദന വന്നിട്ടും ഞങ്ങൾ അത്രയും ചെയ്തിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് പോലും ഞങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് അത് കാണുന്നവരോ അല്ലെങ്കിൽ മീഡിയ സംതിങ് ഒന്നും ഞങ്ങളെ വന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്